പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് ലൂക്കായുടെ സുവിശേഷം 24 അധ്യായത്തിലേക്ക് പോകാം. ഉദ്ധിതനുമായ കർത്താവുമായുള്ള കണ്ടുമുട്ടലിലൂടെ ഒരു എമ്മാവൂസ് അനുഭവത്തിലേക്കും എമ്മാവൂസ് അനുഭവത്തിൽ നിന്ന് ഉദ്ധിതന് സാക്ഷ്യം നൽകിക്കൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്കും. ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം ആരംഭിക്കുന്നത് യേശുവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ചുള്ള വിവരണത്തോടെയാണ്. 23 അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ പറയുന്നു, ഗലീലയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ പോയി കല്ലറ കണ്ടു, അവന്റെ ശരീരം എങ്ങനെ സംസ്കരിച്ചു എന്നും കണ്ടു. അവർ തിരിച്ചു ചെന്ന് സുഗന്ധദ്രവ്യങ്ങളും ലേപന വസ്തുക്കളും തയ്യാറാക്കി സാബത്തിൽ അവർ നിയമാനുസൃതം വിശ്രമിച്ചു. സാബത്ത് കഴിഞ്ഞാൽ ഉടനെ കർത്താവിന്റെ കബറിങ്കലേക്ക് പോകുവാനായി, അവിടെ സമർപ്പിക്കുവാനായി സുഗന്ധദ്രവ്യങ്ങളും ലേപന വസ്തുക്കളും എല്ലാം അവർ ശേഖരിക്കുകയായിരുന്നു. 24 അധ്യായം ഇപ്രകാരം ആരംഭിക്കുന്നു, അവർ തയ്യാറാക്കി വെച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ കല്ലറയുടെ അടുത്തേക്ക് പോയി. കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി അവർ കണ്ടു. അവർ അകത്ത് കടന്ന് നോക്കിയപ്പോൾ കർത്താവായ യേശുവിന്റെ ശരീരം കണ്ടില്ല. ഇതിനെക്കുറിച്ച് അമ്പരന്ന് നിൽക്കവേ 2 പേർ തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവർ ഭയപ്പെട്ട് മുഖം കുനിച്ചു. അപ്പോൾ അവർ അവരോട് പറഞ്ഞു, ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? അവൻ ഇവിടെ ഇല്ല, ഉയർപ്പിക്കപ്പെട്ടു. മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് താൻ ഗലീലയിൽ ആയിരുന്നപ്പോൾ തന്നെ അവൻ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മിക്കുവിൻ. യേശു അവരോട് മുൻകൂട്ടി പറഞ്ഞിരുന്ന കാര്യങ്ങൾ ദൈവദൂതന്മാർ അവരെ ഓർമ്മിപ്പിച്ചു. അപ്പോൾ അവർ അവന്റെ വാക്കുകൾ ഓർമ്മിച്ചു. കല്ലറയിങ്കൽ നിന്ന് തിരിച്ചു വന്ന് അവർ ഇതെല്ലാം 11 പേരെയും മറ്റെല്ലാവരെയും അറിയിച്ചു. കർത്താവിന്റെ ഉത്ഥാന വാർത്ത കേട്ട് ദൈവദൂതന്മാർ അറിയിച്ചതറിഞ്ഞ് അവർ അപ്പസ്തോലന്മാരെയും മറ്റനേകരെയും ഈ ഉത്ഥാനത്തിന്റെ സദ്വാർത്ത അറിയിച്ചു. മഗ്ദലന മറിയവും യോവാന്നായും യാക്കോബിന്റെ അമ്മയായ മറിയവും അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു സ്ത്രീകളുമാണ് ഇക്കാര്യങ്ങൾ അപ്പസ്തോലന്മാരോട് പറഞ്ഞത്. അവർക്കാകട്ടെ ഈ വാക്കുകൾ കെട്ടുകഥ പോലെ തോന്നിയുള്ളൂ. അപ്പസ്തോലന്മാർക്ക് ഈ സ്ത്രീകൾ പറഞ്ഞത് കെട്ടുകഥ പോലെയാണ് അവർക്ക് തോന്നിയത്. കാരണം സ്ത്രീകൾ പറയുന്ന സാക്ഷ്യം യഹൂദർ അംഗീകരിക്കുകയില്ല. എന്നാൽ പത്രോസ് എഴുന്നേറ്റ് കല്ലറയിലേക്ക് ഓടി കുനിഞ്ഞ് അകത്തേക്ക് നോക്കിയപ്പോൾ അവനെ പൊതിഞ്ഞിരുന്ന തുണികൾ തനിയെ കിടക്കുന്നത് കണ്ടു. സംഭവിച്ചതിനെ പറ്റി വിസ്മയിച്ചുകൊണ്ട് അവൻ തിരിച്ചുപോയി. പത്രോസ് മാത്രം ഈ സ്ത്രീകൾ പറഞ്ഞത് കാണുവാനായിട്ട് കർത്താവിന്റെ കല്ലറയിലേക്ക് പോയി. 13 മുതലുള്ള വാക്യങ്ങൾ. ആ ദിവസം തന്നെ അവരിൽ 2 പേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം 60 സ്ഥാദിയോൻ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. സ്ത്രീകൾ കണ്ട അനുഭവം കേട്ടു. പത്രോസ് പോയി കണ്ട് ആ സാക്ഷ്യം കേട്ടു. ഇതെല്ലാം അറിഞ്ഞിട്ടും 2 പേർ ജെറുസലേമിൽ നിന്ന് 60 സ്ഥാദിയോൻ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയാണ്. ഏകദേശം 10-11 കിലോമീറ്റർ ദൂരം വരും. ഈ സംഭവങ്ങളെ കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. ഈ 2 പേർ ജെറുസലേമിൽ സംഭവിച്ച സംഭവങ്ങളെ കുറിച്ചെല്ലാം സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. യഥാർത്ഥത്തിൽ കർത്താവ് ഒരു വാഗ്ദാനം നിറവേറ്റുകയായിരുന്നു. അതായത് 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും എന്ന് യേശു തമ്പുരാൻ അവിടുത്തെ ഇഹലോക ജീവിത കാലത്ത് പറഞ്ഞതാണ്. ഈ ശിഷ്യന്മാർ 2 പേർ യേശു നാമത്തിൽ യേശുവിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടാണ് എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോകുന്നത്. അവർ ജെറുസലേമിൽ നിന്ന് അകന്നു പോയെങ്കിലും അവരുടെ സംസാര വിഷയവും ചർച്ചാ വിഷയവും യേശു തന്നെയായിരുന്നു. യേശു അവരുടെ മധ്യേ വന്ന് അവരോടൊപ്പം യാത്ര ചെയ്തു. എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. ഈ 2 പേരുടെ കണ്ണുകൾ മൂടപ്പെടാൻ കാരണം എന്താണ്? അവർക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ട്. അന്ന് രാവിലെ സ്ത്രീകൾ പറഞ്ഞ സംഭവം അവർ വിശ്വസിച്ചില്ല. പത്രോസ് ചെന്ന് കണ്ടിട്ടും അവർ വിശ്വസിച്ചില്ല. യേശു മുൻകൂട്ടി അറിയിച്ചിരുന്നതും അവർ വിശ്വസിച്ചില്ല. അതുകൊണ്ട് അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. യേശു അവരോട് ചോദിച്ചു, എന്തിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അവർ മ്ലാനവദനരായി നിന്നു.
അപ്പൊ കണ്ണുകൾ മൂടപ്പെട്ടവർ മ്ലാനവദനർ. അവർ യേശു ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാതെ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ക്ലെയോപ്പസ് യേശുവിനോട് ഒരു മറു ചോദ്യം ചോദിച്ചു. ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവങ്ങളൊന്നും അറിയാത്ത അപരിചിതനാണോ നീ? യേശു ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു. ഏത് കാര്യങ്ങൾ? അവർ പറഞ്ഞു, നസറായനായ യേശുവിനെ കുറിച്ച് തന്നെ. അവൻ ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകൻ ആയിരുന്നു. ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു. ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് അവർ മ്ലാനവദനരായി, കണ്ണുകൾ മൂടപ്പെട്ടവരായി ജെറുസലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോവുകയാണ്. 21-ാം വാക്യത്തിൽ പറഞ്ഞു, ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ട് ഇത് 3-ാം ദിവസമാണ്. 22-ാം വാക്യം, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു. ഇന്ന് രാവിലെ അവർ കല്ലറയിങ്കൽ പോയിരുന്നു. അവന്റെ ശരീരം അവർ അവിടെ കണ്ടില്ല. അവർ തിരിച്ചു വന്ന് തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചുവെന്നും പറഞ്ഞു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ചിലരും കല്ലറയിങ്കലേക്ക് പോയി സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു. എന്നാൽ അവർ അവനെ കണ്ടില്ല. ആരെ? യേശുവിനെ കണ്ടില്ല. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ. അവർ തന്നെ പറഞ്ഞു, ഇതെല്ലാം സംഭവിച്ചിട്ട് ഇത് 3-ാം ദിവസമാണ്. സ്ത്രീകൾ പോയി കണ്ട സംഭവം അവർ പറഞ്ഞു. പക്ഷെ എന്നിട്ടും യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിരുന്നത് ഇവർക്ക് വിശ്വസിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട്? വിശ്വാസമില്ല. കർത്താവിന്റെ വിശുദ്ധ ലിഖിതങ്ങൾ അവർ ഗ്രഹിച്ചില്ല. അതുകൊണ്ടാണ് അവർക്ക് വിശ്വസിക്കാൻ കഴിയാതെ പോയത്. യേശു അവരെ വിളിച്ചത് ഭോഷന്മാരെ, വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ. ഓൾറെഡി അവർ കണ്ണുകൾ മൂടപ്പെട്ടവരായിരുന്നു, മ്ലാനവദനരായിരുന്നു. ഇപ്പോൾ 2 ഓമന പേരുകൂടെ കിട്ടി. ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളവ വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ. അപ്പൊ ഈ 2 പേർ കണ്ണുകൾ മൂടപ്പെട്ടവർ, മ്ലാനവദനർ, ഭോഷന്മാർ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളവ വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവർ. ഇങ്ങനെ 4 സവിശേഷതകൾ. ക്രിസ്തു ഇതെല്ലാം സഹിച്ചു മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? മോശ തുടങ്ങിയ എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെ പറ്റി എഴുതിയിരിക്കുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അതായത് മോശ തുടങ്ങി എന്ന് പറയുമ്പോൾ തോറായിൽ, പഞ്ചഗ്രന്ഥത്തിൽ യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളവയെല്ലാം. പഞ്ചഗ്രന്ഥം പഠിപ്പിക്കുമ്പോൾ തോറായിലെ ദൈവദർശനം പറഞ്ഞു തന്നപ്പോൾ അതിനകത്തെ ക്രിസ്തു ദർശനം ഞാൻ പറഞ്ഞതാണ്. അതെല്ലാം ഓർത്തെടുക്കുക. ഇവിടെ കർത്താവ് അവരോട് പറഞ്ഞത് മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും തന്നെ പറ്റി എഴുതിയിരിക്കുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പോഴേക്കും അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോട് കൂടെ താമസിക്കുക, ഞങ്ങളോട് കൂടെ താമസിക്കുക. പരിശുദ്ധ പിതാവ് ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ നാഥ ഞങ്ങളോടൊത്തു വസിച്ചാലും എന്ന ചാക്രിക ലേഖനം ഓർക്കുക. ഈ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് ചേർന്ന് നമുക്കും പറയാം, നാഥ ഞങ്ങളോടൊത്തു വസിച്ചാലും. തമ്പുരാനെ അറിയുന്നവർക്ക് കർത്താവുമായുള്ള ഒരു കണ്ടുമുട്ടലിന്റെ അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മെ വിട്ടുപിരിയാൻ കർത്താവിനെ നമ്മൾ അനുവദിക്കത്തില്ല. നമ്മൾ അവനെ വിട്ടുപിരിയത്തുമില്ല. ഈ ശിഷ്യന്മാർ കർത്താവിനോട് നിർബന്ധിച്ചു പറഞ്ഞു, ഇന്ന് ഞങ്ങളോട് കൂടെ താമസിക്കുക. നേരം വൈകുന്നു, പകലസ്തമിക്കാറായി. അവൻ അവരോടുകൂടെ താമസിക്കുവാൻ കയറി. അവരോടൊപ്പം ഭക്ഷണത്തിന് ഇരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ കണ്ണുകൾ മൂടപ്പെട്ടവയാണ്. അവർക്ക് ദൈവത്തെ ദർശിക്കാൻ സാധിക്കില്ല. യേശു അവരോടൊത്ത് അത്താഴത്തിനിരുന്ന് അപ്പം മുറിച്ചു കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. 30-ാം വാക്യം. പ്രിയമുള്ളവരെ, ഇവിടെ ഒരു കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കണം. യേശു
വിശുദ്ധ ലിഖിതങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ മന്ദീഭവിച്ച ഇവരുടെ ഹൃദയങ്ങൾ ജ്വലിച്ചു. അത് ശിഷ്യന്മാര് തന്നെ പറയുന്നുണ്ട്. അവൻ വഴിയിൽ വെച്ച് വിശുദ്ധ ലിഖിതം വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? 32-ാം വാക്യം. വചനം ശ്രവിക്കുമ്പോൾ, അതിന്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ, വചനത്തിന്റെ പൊരുൾ അറിയുമ്പോൾ ഹൃദയം ജ്വലിക്കും. കാരണം കർത്താവാണ് നമ്മോട് സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തോടാണ് സംസാരിക്കുന്നത്. എന്നാൽ വിശുദ്ധ ലിഖിതങ്ങൾ ശ്രവിക്കുകയും അത് അർത്ഥം മനസ്സിലാക്കി ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും. ആദ്യം കണ്ടുമുട്ടിയെങ്കിലും അവർ തിരിച്ചറിഞ്ഞില്ല. അപ്പം മുറിച്ചു കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അപ്പോഴാണ് യേശു വചനം വ്യാഖ്യാനിച്ചപ്പോൾ അവരുടെ ഹൃദയം ജ്വലിക്കുന്നത് അവർ തിരിച്ചറിഞ്ഞത്. പ്രിയമുള്ളവരെ, വചനം ശ്രദ്ധിച്ചു കേട്ട് അർത്ഥം മനസ്സിലാക്കി അത് ധ്യാനിച്ച് വചനത്തിന്റെ പൊരുൾ അറിഞ്ഞ് ജ്വലിക്കുന്ന ഹൃദയത്തോടെ ബലിവേദിയിൽ അണയുമ്പോൾ, പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ കർത്താവിനെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ നയനങ്ങൾ തുറക്കപ്പെടുന്ന അനുഭവം, ആന്തരിക നയനങ്ങൾ തുറക്കപ്പെട്ട യേശുവിനെ കാണും. ആത്മീയ യാത്രയുടെ ഒരു പാതയല്ലേ നമ്മൾ ഇവിടെ കാണുന്നത്. ആദ്യം അവര് കർത്താവിൽ നിന്ന് അകന്നുപോയി. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാത്തത് കൊണ്ടാണ്. കർത്താവ് പറഞ്ഞിരുന്നതല്ലേ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന്. സ്ത്രീകൾ അന്ന് രാവിലെ തന്നെ വന്ന് പറയുകയും ചെയ്തല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് ഈ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് ഇത് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല? സ്ഥാനത്തിലുള്ള വിശ്വാസം അവർക്ക് വരാത്തത് കർത്താവിന്റെ തിരുമൊഴികൾ അവർ വിശ്വസിച്ചില്ല. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിച്ചില്ല. എങ്കിലും കർത്താവ് അവരെ ഉപേക്ഷിച്ചില്ല. കർത്താവ് അവരുടെ പിന്നാലെ ചെന്നു. അതെ, കർത്താവിനെ കുറിച്ച് ചിന്തിക്കുകയും അവിടത്തെ അന്വേഷിക്കുകയും അവിടത്തെ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരോടൊപ്പം കർത്താവ് ഉണ്ടായിരിക്കും. കർത്താവ് അവരെ അനുയാത്ര ചെയ്യും. അവിടത്തെ സാന്നിധ്യം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. ഈ ഒരു എമ്മാവൂസ് അനുഭവം ഉത്ഥാന പ്രത്യാശ ഇല്ലാതിരുന്നത് കൊണ്ടല്ലേ ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോകാൻ ഇടയായത്? പ്രിയമുള്ളവരെ, ഒരു കാര്യം കൂടെ, അവിടെ ഉത്ഥിതൻ കൂടെ ഉള്ളപ്പോൾ അവരുടെ വിലാപം എന്തിനെ കുറിച്ചായിരുന്നു? ക്രൂശിതനെ കുറിച്ച്. ഉത്ഥിതൻ കൂടെ നടക്കുമ്പോൾ ക്രൂശിതനെ കുറിച്ച് വിലപിച്ചുകൊണ്ട് അവർ നടക്കുകയാ. നമ്മൾ പലപ്പോഴും ഇങ്ങനെയല്ലേ? ജീവിതത്തിൽ കൂടെയുള്ള കർത്താവിന്റെ സാന്നിധ്യം അറിയാത്തത് കൊണ്ട് പലപ്പോഴും നമ്മളെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു അനുഭവങ്ങളെ പ്രതി വിലപിച്ചുകൊണ്ട് നടക്കുന്നവരാണ്. ദുഃഖത്തിനപ്പുറത്ത് ആനന്ദത്തിലേക്ക് നയിക്കുന്ന ഉത്ഥാന പ്രത്യാശ ഇല്ലാതെ പോയത് കൊണ്ടാണ്. ഉത്ഥിതനായ കർത്താവ് എന്നും നമ്മുടെ കൂടെ ഉണ്ട്. ഇത് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അനുഭവമല്ല, നമ്മുടെ തന്നെ അനുഭവമാണ്. അവിടെ നിന്ന് എന്നും നമ്മോട് കൂടെ ഉണ്ട്. ആ കൂടെയുള്ളവനെ തിരിച്ചറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും ജീവിതത്തിലെ കൊച്ചു കൊച്ചു ക്ലേശങ്ങൾ വരുമ്പോൾ ദുഃഖിച്ചു വിലപിച്ച് നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഉത്ഥാന പ്രത്യാശയുള്ളവർക്ക് ദുഃഖങ്ങളെല്ലാം സന്തോഷമായി മാറും. ഉത്ഥാന പ്രത്യാശയോടുകൂടെ ജീവിച്ച് വചനത്തിന്റെ പൊരുൾ അറിഞ്ഞ് കൂടെയുള്ള കർത്താവിനെ അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കണം. 31-ാം വാക്യം മുറിച്ചു കൊടുത്ത് അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. ഈ അനുഭവം ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയിൽ നമുക്കുണ്ടാകണം. വചനം ധ്യാനിച്ച് ഒരുങ്ങി പരിശുദ്ധ കുർബാനയ്ക്ക് സംബന്ധിക്കുന്നവർക്ക് ഈ എമ്മാവൂസ് അനുഭവം ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ലിഖിതങ്ങളിലൂടെ അറിഞ്ഞ കർത്താവിനെ പരിശുദ്ധ കുർബാനയിലൂടെ കണ്ടുമുട്ടുന്ന അനുഭവം. നമ്മൾ വിശുദ്ധ ലിഖിതങ്ങളിലൂടെ അറിഞ്ഞ അറിവ്, ആശയപരമായ അറിവ് അനുഭവമായി പകരും പരിശുദ്ധ കുർബാനയിൽ. കർത്താവിനെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ അറിഞ്ഞ് ആരാധനയിലൂടെ അനുഭവിക്കണമെന്ന് വചനം ധ്യാനിക്കുമ്പോൾ ഹൃദയം ജ്വലിക്കുന്ന അനുഭവം, പരിശുദ്ധ കുർബാനയിലൂടെ കർത്താവിനെ കാണുന്ന അനുഭവം. 32-ാം വാക്യം. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു, ശിമയോന് പ്രത്യക്ഷപ്പെട്ടു എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ വെച്ച് സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ തങ്ങൾ അവനെ തിരിച്ചറിഞ്ഞതും അവർ വിവരിച്ചു. അവിടെ കൂടിയിരുന്നവരോട് ഈ ഉത്ഥാനത്തിന്റെ സദ്വാർത്ത അറിയിച്ചു. കർത്താവിനോടുള്ള സ്നേഹത്തിന്റെ തീവ്രത. ഈ ശിഷ്യന്മാര് സ്ത്രീകൾ പറഞ്ഞത് വിശ്വസിച്ചില്ലെങ്കിലും ഈ അപ്പം മുറിച്ചു കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു.
36 മുതലുള്ള വാക്യം. അവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ മധ്യേ പ്രത്യക്ഷനായി അവരോട് അരുളി ചെയ്തു, നിങ്ങൾക്ക് സമാധാനം. അവർ ഭയന്നു വിറച്ചു. ഭൂതത്തെയാണ് കാണുന്നതെന്ന് അവർ വിചാരിച്ചു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ അസ്വസ്ഥരാകുന്നത് എന്തിന്? നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നതും എന്തിന്? എന്റെ കൈകളും കാലുകളും കണ്ട് ഇത് ഞാൻ തന്നെയാണെന്ന് വിശ്വസിക്കുവിൻ. എന്നെ സ്പർശിച്ചു നോക്കുവിൻ. എനിക്കുള്ളതുപോലെ മാംസവും അസ്ഥികളും ഭൂതത്തിന് ഇല്ലല്ലോ. എന്നിട്ടും അവർ സന്തോഷാധിക്യത്താൽ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തപ്പോൾ യേശു അവരോട് ചോദിച്ചു, ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഒരു കഷ്ണം വറുത്ത മീൻ അവർ അവന് കൊടുത്തു. അവൻ അതെടുത്ത് അവരുടെ മുമ്പിൽ വെച്ച് ഭക്ഷിച്ചു. അവൻ അവരോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോടുകൂടെ ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. കർത്താവ് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവരെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവരുടെ മനസ്സിനെ അവൻ തുറന്നു. മനസ്സിന്റെ കണ്ണുകളെ അവൻ തുറന്നു. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ കഴിയാത്ത വിധം ഹൃദയങ്ങൾ മന്ദീഭവിച്ചവരും കണ്ണുകൾ മൂടപ്പെട്ടവരുമായിരുന്ന ഈ ശിഷ്യർക്ക് കർത്താവ് അവരുടെ മൂടപ്പെട്ട കണ്ണുകൾ തുറന്നു കൊടുത്തു. മനസ്സ് അവൻ തുറന്നു. അവൻ പറഞ്ഞു, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു സഹിക്കുകയും 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം. പാപമോചനത്തിനുള്ള അനുതാപം അവന്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. ഇതാ എന്റെ പിതാവിന്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. പ്രിയമുള്ളവരെ, ഈ എമ്മാവൂസ് യാത്രയിൽ നമ്മുടെ ആത്മീയ യാത്ര നമുക്ക് ദർശിക്കാനാകും. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ആദ്യ പടികളിൽ പലപ്പോഴും നമ്മൾ മ്ലാനവദനരും കണ്ണുകൾ മൂടപ്പെട്ടവരും ഹൃദയം മന്ദീഭവിച്ചവരുമായിരിക്കും. എന്നാൽ നിരന്തര വചന ധ്യാനത്തിലൂടെ ഹൃദയം ജ്വലിക്കും. ഈ വചന ധ്യാനത്തിലൂടെ ഹൃദയം ജ്വലിക്കുന്നത് ദൈവാത്മ സ്പർശനത്താലാണ്. അതാണ് ഈ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് അനുഭവപ്പെട്ടത്. യേശു അവർക്ക് വചനം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചു. അത് പരിശുദ്ധാത്മാവിന്റെ സ്പർശനത്താലാണ്. വചനം ശ്രവിക്കുന്നവരെ വചനം വിശുദ്ധീകരിക്കും പരിശുദ്ധാത്മാവിനാൽ. മാത്രമല്ല, വചനം ശ്രവിക്കുന്നവരുടെ മേൽ അത്യുന്നതന്റെ ശക്തി ആവസിക്കും. പരിശുദ്ധാത്മ ചൈതന്യം ആവസിക്കും. പരിശുദ്ധാത്മാവിന്റെ ആ ചൈതന്യമാണ് ഹൃദയം ജ്വലിപ്പിച്ചത്. ഹൃദയം ജ്വലിച്ചപ്പോൾ യേശുവിന് വേണ്ടിയുള്ള ദാഹം. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, നാഥ, കൂടെ വസിച്ചാലും ഞങ്ങളെ പിരിഞ്ഞു പോകരുതേ. നമുക്ക് ഓരോരുത്തർക്കും ഈ അനുഭവം ഉണ്ടാകണം. ജീവിതത്തിലെ ക്ലേശങ്ങളുടെ മധ്യേയും കൂടെയുള്ള ഉത്തിതനെ ഓർത്താൽ പ്രത്യാശ നിറയും. വചന അനുഭവം പങ്കുവയ്ക്കുമ്പോൾ കർത്താവ് നമ്മുടെ മധ്യേ സന്നിഹിതനാകും. ഉത്ഥാന പ്രത്യക്ഷീകരണ അനുഭവം മറ്റൊരു വലിയ അനുഗ്രഹം അവർക്ക് ലഭിച്ചു. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവരുടെ മനസ്സിന്റെ കണ്ണുകളേച്ചു തുറന്നു. 44 മുതലുള്ള വാക്യങ്ങൾ. അവൻ അവരോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അവൻ പറഞ്ഞു, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു സഹിക്കുകയും 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം. പാപമോചനത്തിനുള്ള അനുതാപം അവന്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. ഇതാ എന്റെ പിതാവിന്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ കാത്തിരുന്ന് ദൈവാത്മ ചൈതന്യത്തോടെ വേണം സാക്ഷ്യത്തിനായി ഇറങ്ങേണ്ടത്. ഇത് നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? വചനം വ്യാഖ്യാനിച്ചു, പഠിച്ചു, ധ്യാനിച്ചു, ഒരുക്കത്തോടെ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്നു, വീണ്ടും ധ്യാനിച്ചു, ഉന്നതത്തിൽ നിന്നുള്ള ശക്തിക്കായി കാത്തിരിക്കുന്നു. കാത്തിരുന്ന് ധ്യാനിച്ച് ആ ശക്തിയോടെ വേണം, ഒരു പെന്തക്കൊസ്തി അനുഭവത്തോടെ വേണം സുവിശേഷ സാക്ഷ്യത്തിനായി ഇറങ്ങേണ്ടത്. 50-ാം വാക്യം മുതൽ യേശുവിന്റെ സ്വർഗാരോഹണം
അവൻ അവരെ ബഥാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി. കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കവേ അവൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു. അവർ അവനെ ആരാധിച്ചു അത്യന്തം ആനന്ദത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങി. കർത്താവിനെ കണ്ടുമുട്ടിയ അനുഭവം, ഉത്ഥിതന്റെ പ്രത്യക്ഷീകരണ അനുഭവം, സ്വർഗാരോഹണം ദർശിച്ചു അവർ. അത് കഴിഞ്ഞ് കർത്താവ് പറഞ്ഞതുപോലെ അവർ ആനന്ദത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങി. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിച്ചുകൂട്ടി. പരിശുദ്ധ അമ്മയും അപ്പസ്തോലന്മാരും പിന്നെ ഏതാനും പേരുണ്ടായിരുന്നു കാണും. അവർ പ്രാർത്ഥിച്ച് കാത്തിരുന്നു. ആ പ്രാർത്ഥിച്ച് കാത്തിരുന്നതിന്റെ പൂർത്തീകരണമാണ് അപ്പസ്തോല പ്രവർത്തനത്തിൽ കാണുന്നത്. യേശുവിന്റെ സ്വർഗാരോഹണത്തെ കുറിച്ച് ലൂക്ക അപ്പസ്തോല പ്രവർത്തനങ്ങളിലെ കുറെ കൂടെ വിശദമായ വിവരണം നൽകുന്നു. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം. യേശുവിന്റെ മരണോത്ഥാനത്തിന് ശേഷം 40 ദിവസം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യത്തെ കുറിച്ച് പഠിപ്പിച്ചു. അങ്ങനെ അവൻ അവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു. ഉയർത്തെഴുന്നേറ്റ് നിത്യം ജീവിക്കുന്നവൻ. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. 6 മുതലുള്ള വാക്യങ്ങൾ. ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ അവനോട് ചോദിച്ചു, കർത്താവേ, അവിടുന്ന് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ചു നൽകുന്നത് ഇപ്പോഴാണോ? അവൻ പറഞ്ഞു, പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. അപ്പോൾ കർത്താവിന്റെ ആഗമനത്തിന്റെ കാലവും സമയവും അറിയേണ്ടത് നമ്മുടെ കാര്യമല്ല. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഈ കാര്യങ്ങളെ കുറിച്ച് ധ്യാനിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും അനേകരോട് പങ്കുവയ്ക്കുകയും ചെയ്തുകൊണ്ട് സുവിശേഷം സകലരെയും അറിയിക്കുക. ഇതാണ് നമ്മുടെ ധർമ്മം. കർത്താവിന്റെ വരവിന് വഴിയൊരുക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു. ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു. അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പേർ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തിരിച്ചു വരും. അവന്റെ 2ാം വരവിനെ കുറിച്ചുള്ള ഉറപ്പായ വാഗ്ദാനം നമ്മുടെ ആത്മീയ യാത്രയിൽ ഇതുപോലെ പുരോഗമിക്കണം. അത് നമ്മെ ഒരു പെന്തക്കോസ്തി അനുഭവത്തിലേക്ക് നയിക്കണം. ആ പെന്തക്കോസ്തി അനുഭവത്തോടെ ഭൂമിയുടെ അതിർത്തികൾ വരെ കർത്താവിന്റെ സുവിശേഷം അറിയിക്കണം. വചനത്തിന്റെ സാക്ഷികളാകണം. അപ്പോൾ കർത്താവിന്റെ മഹത്വപൂർണമായ പുനരാഗമനത്തിന് വഴിയൊരുങ്ങും. ഇതിനായി കർത്താവിന്റെ വചനം ശ്രവിച്ച് അർത്ഥം മനസ്സിലാക്കി നിരന്തരം ധ്യാനിച്ച് ഹൃദയം ജ്വലിക്കുന്ന അനുഭവത്തോടെ ആരാധനയിൽ പങ്കുചേരാൻ പരിശുദ്ധ കുർബാനയിലൂടെ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ നമ്മുടെ നയനങ്ങൾ തുറക്കപ്പെട്ട് കർത്താവിനെ ദർശിക്കുവാനും ആ ആനന്ദത്തിന്റെ സാക്ഷികളാകാനും പങ്കുവയ്ക്കുമ്പോൾ വീണ്ടും പ്രത്യക്ഷീകരണ അനുഭവത്തിലേക്ക് വരാനും ഉന്നതത്തിൽ നിന്നുള്ള ശക്തിക്കായി കാത്തിരിക്കാനും കൂടുതൽ തീഷ്ണതയോടെ വചനം പ്രഘോഷിക്കുവാനും ധ്യാന ചൈതന്യത്തോടെ ഈ അനുഭവത്തിൽ പടിപടിയായി വളരുവാനും കർത്താവിന്റെ സാക്ഷികളായി അവന്റെ മഹത്വപൂർണമായ പുനരാഗമനത്തിന് വേണ്ടി സകലരെയും ഒരുക്കി കാത്തിരിക്കുന്നതിനും നമുക്ക് പരിശ്രമിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ.